കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരന് ഗുരുതര പരിക്ക്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ചുങ്കം പാലോറക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടയിലെ തർക്കമാണ് തല്ലിൽ കലാശിച്ചത്. സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫെയർവെൽ പാർട്ടിക്കിടെ ഉണ്ടായ നിസാര വാക്കുതർക്കമാണ് ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫെയർവെൽ ചടങ്ങ്. ആഘോഷത്തിനിടെ ഫോൺ തകരാറായി പാട്ടുനിന്നതോടെ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഡാൻസ് തടസ്സപ്പെട്ടു. ഇതോടെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. പിന്നാലെയാണ് വാക്കുതർക്കത്തിന്റെ തുടക്കം. അധ്യാപകർ ഇടപെട്ട് രംഗം ശാന്തമാക്കിയെങ്കിലും MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ടാക്കി പ്രതികാരത്തിനായി സംഘം ചേർന്നു. തുടർന്നാണ് ഇന്നലെ വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. MJ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും ഷഹബാസ് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ല. സഹപാഠികൾ ഷഹബാസിനെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പുറമെ പരിക്കുകളില്ലാതിരുന്ന ഷഹബാസ് വൈകിട്ട് വീട്ടിലെത്തി അവശത പ്രകടിപ്പിച്ചതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ എത്തിച്ച് അവിടുത്തെ സ്റ്റാഫും ഞങ്ങളെല്ലാവരും കൂടിയാണ് കോളേജിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് തന്നെ പെട്ടെന്ന് കൊടുത്ത്. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്, ഒന്നും പറയാനായിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുഹമ്മദ് ഷഹബാസിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് അച്ഛൻ ഇക്ബാൽ. വന്ന സമയത്ത് അവനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അവൻ തല കറങ്ങുന്നതെന്ന് അറിഞ്ഞാൽ ബെഡിൽ കാട്ടുപോയി വീണതാണ്. പിന്നെ വീണ്ടും ഞാൻ മറിച്ചും കഴിഞ്ഞ് 1-2 വട്ടം ചോദിച്ചാൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ അടി ഉണ്ടായോ എന്ന് ചോദിച്ചു. ആ അടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് മാത്രം, പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഗൂഢാലോചനപരമായിട്ട് ചെയ്ത സംഭവമാണ്. അതായത് ഇതിന്റെ മുന്നത്തെ വൈരാഗ്യവും നിരപരാധിയായ കുട്ടിന്റെ മേൽ തീർത്തു എന്ന് പറഞ്ഞാൽ ഇത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കുടുംബം. ഇവിടം വരെ നെഞ്ചിന്റെ അവിടം വരെ ഒരു മിടിപ്പുണ്ട്. ഇവിടുന്ന് മേലോട്ട് കംപ്ലീറ്റ് മരിച്ചു തന്നെ. കാരണം ഇവിടെ ഈ അടി നല്ലൊരടി ചെവിൻ്റെ ഭാഗത്തങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എല്ല് വരെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതാണ് സ്കാനിങ് കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തലച്ചോറ് മുഴുവനും ബ്ലഡിൽ നിറഞ്ഞു പോയി. അതുകൊണ്ട് ഇനി ബോധം വരാൻ, ഓർമ്മ വരാൻ, കണ്ണുറക്കാൻ ഇനി കഴിയില്ല. അപ്പോൾ കുട്ടീൻ്റെ കാര്യം 100% ഡേഞ്ചറിലാണ് എന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 5 വിദ്യാർത്ഥികളിൽ 3 പേർ സമാന കുറ്റകൃത്യത്തിൽ മുൻപും ഏർപ്പെട്ടവരാണെന്ന് പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൂടുതൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.